രണ്ട് വലിയ രാജികൾ സംഭവിച്ച ദിവസമാണ് ഇന്ന് ചലച്ചിത്ര മേഖലയിൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രമുഖ നടന്മാർക്ക് അടക്കം അവർക്കെതിരെ ലൈംഗിക ചൂഷണ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട ഹേമ കമ്മിറ്റിയിലെ നടുക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചലച്ചിത്ര മേഖലയിൽ നിന്ന് കൂടുതൽ വനിതകൾ രംഗത്ത് വന്ന മണിക്കൂറുകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയത്. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ പദവി സംവിധായകൻ രഞ്ജിത്തിന് ഒഴിയേണ്ടി വന്നിരിക്കുന്നു. അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം നടൻ സിദ്ദിഖിന് ഒഴിയേണ്ടി വന്നിരിക്കുന്നു. രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ചത് ബംഗാളി നടി ശ്രീലേഖ മിത്രയായിരുന്നു. തന്നോട് മലയാളത്തിൽ അഭിനയിക്കാൻ ക്ഷണിച്ച സംവിധായകൻ രഞ്ജിത്ത് അപമര്യാദയായി പെരുമാറി എന്ന വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് രഞ്ജിത്തിന് മേൽ രാജ്യസമ്മർദ്ദമേറിയതും ഒടുവിൽ രഞ്ജിത്തിന് രാജിവെക്കേണ്ടി വന്നതും. സിദ്ദിഖും ഗുരുതരമായ ലൈംഗിക പീഡന ആരോപണങ്ങൾ നേരിടുകയുണ്ടായി. യുവനടിയുടെ പീഡന ആരോപണത്തെ തുടർന്നാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖിന് രാജിവെക്കേണ്ടി വന്നിരിക്കുന്നത്. സംവിധായകൻ രഞ്ജിത്തിനെ മന്ത്രി സജി ചെറിയാൻ പുകഴ്ത്തി സംസാരിച്ചതിൽ മുഖ്യമന്ത്രിക്ക് അതൃപ്തിയുള്ളതായി വിവരങ്ങൾ വരുന്നു. ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിലാണ് സജി ചെറിയാൻ രഞ്ജിത്തിനെ പുകഴ്ത്തി സംസാരിച്ചത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്ന വിവരങ്ങളുമായി. ഷഫീദ്, ഇന്നലെ മാത്രമല്ല ഇതിനു മുൻപും സജി ചെറിയാൻ രഞ്ജിത്തിനെ പുകഴ്ത്തി സംസാരിച്ചിട്ടുണ്ട്. ഇതിഹാസകാരനായ ചലച്ചിത്രകാരൻ എന്ന് രഞ്ജിത്തിനെ വിശേഷിപ്പിച്ചത് സജി ചെറിയാനാണ്. ഗുരുതരമായ ആരോപണങ്ങൾ രഞ്ജിത്തിനെതിരെ ഉയർന്നു വന്നപ്പോഴും രാജി ഇപ്പോൾ വെക്കേണ്ടതില്ല എന്ന നിലയിൽ ഒരു നിലപാട് സ്വീകരിച്ചതും സജി ചെറിയാനാണ്. ഇന്ന് രഞ്ജിത്തിന്റെ രാജി സംഭവിച്ചപ്പോൾ അത് സമ്മർദ്ദം മൂലമല്ല, രഞ്ജിത്ത് സ്വമേധയെടുത്ത തീരുമാനമാണ് എന്ന് വിശദീകരിക്കുകയായിരുന്നു സാംസ്കാരിക മന്ത്രി ചെയ്തത്. എന്താണ് സാംസ്കാരിക മന്ത്രിയുടെ രഞ്ജിത്തിനെ കുറിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങളിൽ മുഖ്യമന്ത്രിക്കുള്ള അതൃപ്തി? ഗോപികൃഷ്ണൻ, ഈ വിഷയങ്ങളിലാകെ മുഖ്യമന്ത്രിക്ക് വലിയ അതൃപ്തിയുണ്ട്. കാരണം ഇതിങ്ങനെ വെച്ച് കയ്യിൽ വെച്ച് ഇത് ഊതിപ്പെരുപ്പിച്ച് വഷളാക്കി എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഇക്കാര്യത്തിലെ വ്യക്തിപരമായ പ്രശ്നം. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ക്യാബിനറ്റിലെ മന്ത്രിമാർ തന്നെ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് സർക്കാരിന്റെ നിലപാട് ഔദ്യോഗികമായി വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ടായി. പിന്നാലെയാണ് പലതരത്തിലുള്ള വിവാദങ്ങളും ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്തുള്ള രഞ്ജിത്തിനെതിരെ ഗുരുതരമായിട്ടുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയർന്നത്. ഈ സാഹചര്യത്തിൽ രഞ്ജിത്തിനെ സംരക്ഷിക്കേണ്ടതില്ല എന്നുള്ള നിലപാട് തന്നെയായിരുന്നു മുഖ്യമന്ത്രിക്ക് ആദ്യം തൊട്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് മുന്നണിക്കുള്ളിൽ കത്തിപ്പടർന്ന ചില അഭിപ്രായങ്ങളടക്കം മുഖ്യമന്ത്രി അത് സജീവമായി പരിഗണിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം ഈ വിഷയം ഗൗരവമായി നിരീക്ഷിച്ചതും അതിനും അപ്പുറത്തേക്ക് ചില നിർദ്ദേശങ്ങളടക്കമുള്ള കാര്യങ്ങൾ നൽകുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ രാജിയിലേക്ക് എത്തിപ്പെട്ടതെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. കാരണം മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് നിലവിൽ ഇപ്പോൾ ഈ ചലച്ചിത്ര അക്കാദമിയിൽ ഉയരുന്ന മറ്റു ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ കാണാതിരിക്കാൻ കഴിയില്ല. രണ്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിന്റെ നിലപാടിനെ പ്രതിപക്ഷം പൊതുവേദിയിലടക്കം വലിയ തരത്തിൽ വിമർശിക്കുന്നുണ്ട്. സർക്കാരിന്റെ ഇരട്ടത്താപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഒരു ബംഗാളി നടി ശ്രീലേഖ മിത്ര അവർ തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ പേര് പറഞ്ഞ് രംഗത്തെത്തുമ്പോൾ അതിനെ അങ്ങനെ തള്ളിക്കളയാം, അതല്ലെങ്കിൽ അതിനെ കാണാതിരിക്കാം എന്നുള്ള ഒരു നിലപാട് മുഖ്യമന്ത്രിക്ക് ആദ്യം തൊട്ടേ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആ വിഷയത്തിൽ കാര്യക്ഷമമായ ഇടപെടൽ നടത്തിയത്. ഏതായാലും രഞ്ജിത്തിന്റെ സ്വമേധയായുള്ള രാജി എന്നൊക്കെ പറയുമ്പോൾ പോലും അതിനകത്ത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യവും പരിഗണിക്കാതിരിക്കാൻ കഴിയില്ല. ഇന്നലെ റിപ്പോർട്ട് ചെയ്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സാംസ്കാരിക വകുപ്പിലേക്ക് ഒരു സന്ദേശം പോയിട്ടുണ്ട്. അത് നിലവിൽ ഈ ആരോപണങ്ങളൊക്കെ കൂടുതൽ ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ, വിവാദങ്ങൾ ചൂടുപിടിച്ച സാഹചര്യത്തിൽ, വിവിധ കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ രഞ്ജിത്തിന്